നിങ്ങൾക്ക് 50 രൂപക്ക് പെട്രോൾ തരാമെന്ന് പ്രസംഗിച്ച നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ആ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഇപ്പൊ നമ്മൾ എത്ര പൈസ പെട്രോൾ വാങ്ങുന്നത്? ദയവ് ഇതെല്ലാവരും കോൺഗ്രസിനെ ജയിപ്പിക്കുക, എന്നിട്ട് വേണോ ആ സ്വർണവും ആ പൈസയൊക്കെ ഒന്ന് കിട്ടാൻ. എന്നാ പിന്നെ പണിക്ക് വേണ്ടി ജീവിക്കാലോ. അങ്ങനെയാണ് നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്ത്യയിലെ ഇത്രയും വർഗീയത പറഞ്ഞൊരു പ്രധാനമന്ത്രി കഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല. അത്രയും വർഗീയത ഉന്നയിച്ചുകൊണ്ട് വോട്ട് വാങ്ങി വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഒരു പാർട്ടിയും ഇന്ത്യൻ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല. ഈ 10 വർഷം ഇന്ത്യ ഭരിച്ചു. എന്നിട്ട് ആ 10 വർഷത്തെ ഭരണകാലയളവിൽ തങ്ങളുണ്ടാക്കിയ വികസനങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് വോട്ട് ചോദിക്കാൻ അവർക്കൊന്നുമില്ല. അത്രയും ദാരിദ്ര്യമാണ്. നമ്മുടെ രാജ്യത്തിനെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിച്ച, നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. മോദി സർക്കാരിന്റെ 10 കൊല്ലം ഇവിടെ കഴിഞ്ഞു പോകുമ്പോൾ രാജ്യത്തെ കോർപ്പറേറ്റുകൾ കൊഴുത്തു തടിച്ചു. അവര് ലോക ധനികരുടെ പട്ടികയിലേക്ക് അതിവേഗം കടന്നു വന്നു എന്നൊക്കെ അല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മോഡിയുടെ 10 വർഷം കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ലഭിച്ചിട്ടുള്ളത്? കുറെ കക്കൂസ് ഉണ്ടാക്കിയെന്ന് മാത്രം പറയാനുണ്ട്. അതിനപ്പുറം രാജ്യത്ത് ഒരുപാട് വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചു. ഒരു സൈനികന്റെ ഭാര്യയെ തെരുവിലൂടെ നഗ്നയായി നടത്തി. ഇതൊക്കെയാണ് മോഡി സർക്കാർ ചെയ്തിട്ടുള്ളത്. അവരാണ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ സ്വത്തുക്കൾ അവർ കൊണ്ടുപോകും, അതുകൊണ്ട് അവരെ നിങ്ങൾ വിജയിപ്പിക്കരുതെന്നൊക്കെ പറയുന്നത്. വികസനങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് ഇനിയും ഇതിനേക്കാളും നല്ല വികസനങ്ങൾ രാജ്യത്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല. കോർപ്പറേറ്റുകൾക്ക് രാജ്യം വിറ്റിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും കോർപ്പറേറ്റുകളിലൂടെയാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 50 രൂപക്ക് പെട്രോൾ തരാമെന്ന് പ്രസംഗിച്ച നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ആ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഇപ്പൊ നമ്മൾ എത്ര പൈസ പെട്രോൾ വാങ്ങുന്നത്? അങ്ങനെ തുടങ്ങി രാജ്യത്തെ പുരോഗതി കൊണ്ടുവരും, സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശാക്തീകരണം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒന്നും ചെയ്യാൻ തന്നെ പറ്റിയിട്ടില്ല. പരസ്പരം തമ്മിലടിപ്പിച്ച് വർഗീയതയുടെ വിത്തുപാകി വോട്ട് വാങ്ങാൻ വേണ്ടി മാത്രമാണ് മോദി സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന ജനാധിപത്യ മഹാരാജ്യം അതിന് മറുപടി കൊടുക്കേണ്ട സമയമാണ്. വളരെ കുറഞ്ഞ ദിവസങ്ങളും സമയങ്ങളും മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ. ഇനിയും ഇത്തരത്തിലുള്ള വർഗീയവാദികൾ നമ്മുടെ രാജ്യം ഭരിക്കരുത്. ഏതെങ്കിലും ചായക്കച്ചവടക്കാരനല്ല ഈ രാജ്യം ഭരിക്കേണ്ടത്. ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റുന്ന അങ്ങനെയുള്ള ഭരണാധികാരികളാണ് നമുക്ക് ആവശ്യമുള്ളത്. രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ആവശ്യമുള്ള സമയത്ത് നൽകുന്ന നല്ല ആളുകളെയാണ് നാം നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളായി തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തിയും നമ്മുടെ അവസരങ്ങളും ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ട സമയമാണ്. ആ സമയത്ത് അത് വേണ്ടാത്ത രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ അത് നമുക്ക് വലിയ തീരാത്ത നഷ്ടമായി മാറും. നല്ലത് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ഉപകാരമുള്ള ആളുകളെ ആയിരിക്കണം നാം ഈ രാജ്യത്തിന്റെ ഭരണമേൽപ്പിക്കേണ്ടത്. നമുക്ക് പ്രതീക്ഷയുള്ളവരെ ആയിരിക്കണം നാം ഈ രാജ്യത്തിന്റെ ഭരണമേൽപ്പിക്കേണ്ടത്.